അപ്പോൾ ആ സീരിയലിലെ കൊടൂര വില്ലൻ വേഷം ചെയ്യണ ആളെയാണ് ഞാനിപ്പോൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. ഹായോ അമിഗോസ്, ഓൺ സ്ക്രീൻ ദിസ് ഈസ് വിക്കി. ഞാനിപ്പോൾ ഉള്ളത് കളമശ്ശേരിയിലെ നിപ്പോൺ ടൊയോട്ട ഷോറൂമിന് തൊട്ടടുത്തുള്ള ഒരു സ്പോട്ടിലാണ്. ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഒരു കഫേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കഫേ ഒന്ന് വിസിറ്റ് ചെയ്യണം, പിന്നെ അവനൊന്ന് കാണണം എന്നൊക്കെ പറഞ്ഞ ഉദ്ദേശത്തിൽ വന്നേക്കണാണ്. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാൻ പറ്റും, കാര്യം സി കേരളം ചാനലിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സീരിയലാണ് അകലെ എന്ന് പറഞ്ഞ സീരിയൽ. അപ്പോൾ ആ സീരിയലിലെ കൊടൂര വില്ലൻ വേഷം ചെയ്യണ ആളെയാണ് ഞാനിപ്പോൾ മീറ്റ് ചെയ്യാൻ പോണത്. ആളുടെ പേര് സാനിഫ് അലി എന്നാണ്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇയർ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടുള്ള അബു വളയംകുളം സാറിൻ്റെ ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങിയ കമ്പനിയാണ്, അതിപ്പോഴും ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ആളെയും ആളുടെ ഷോപ്പിനെയൊക്കെ ഒന്ന് നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കഫേ ഹാബിറ്റ് എന്നാണ് കഫേയുടെ പേര്. ഇവിടെ 24/7 എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് ഇവർ അഡോപ്റ്റ് ചെയ്തേക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ 7 ദിവസം ഇവർ ഇവിടെ ഓപ്പണിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ പ്ലേസും ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേസ് അത്യാവശ്യം കാമൻ കോയിട്ടായിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ ആ കൊടൂര വില്ലൻ വേഷം ചെയ്യണ ആള് സാനിഫ് അലി. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് കമ്പനിയാണ്. അപ്പോൾ ആളുടെയാണ് ഇത്. പുള്ളിക്കൊരു പാർട്ണർ കൂടെ ഉണ്ട് ഇതിനകത്ത്, ബാദുഷ. എവിടെ? ഇതാണ് ബാദുഷ. അപ്പോൾ ഇവര് രണ്ടുപേരാണ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമ്മുടെ സുഹൃത്ത് റഹ്മാൻ. ഓക്കെ, ഹായ് റഹ്മാൻ. പിന്നെ പുള്ളിക്കാരൻ്റെ ബ്രദേഴ്സൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെയൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ അത്യാവശ്യം അവർ ഇത്തിരി തിരക്കിലാണ്, അപ്പോൾ അവരെയൊക്കെ നമുക്ക് പിന്നെ കാണാം. ഇപ്പോൾ ഇവരുടെ വിശേഷമൊക്കെ എന്താ? സാനിഫ, നീ എന്നാ വന്നേ? ഞാൻ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തിയതാ. ഉച്ചയായപ്പോഴത്തേക്ക് ഇന്നലെ നൈറ്റ് വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തിയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ആള് തിരുവനന്തപുരത്തായിരുന്നു, വന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. ഗൈസ്, ഇതാണ് കഫേയിൽ ഇപ്പോഴത്തെ നൈറ്റ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു 8:30 കാണും. ആ സമയത്ത് ഇവിടെ അത്യാവശ്യം റഷൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഫുഡ് പ്ലസ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയാണ്. കാര്യം കുറേ പേര് ഒന്ന് ഫുഡ് കഴിക്കണം, കുറേ പേര് റെസ്റ്റ് എടുക്കണം. ഇവിടെ കുറേ പേര് ഇരുന്ന് ക്യാരംസ് കളിക്കണം. അങ്ങനെ പല ആക്ടിവിറ്റീസാണ് ഇവിടെ. ഫുൾ ഓൺ വൈബാണ് ശരിക്കും പറഞ്ഞാൽ. നൈറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് ഇത്രയും കൂടി ഫുൾ ഓൺ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ കാഴ്ചകൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ളൂ ബിസിനസ്സിൻ്റെ. ഇനിയിപ്പോൾ ഒരുപാട് പ്ലാൻസ് ആൾക്കുണ്ട് അല്ലേ സാനിഫേ? ഇനിയിപ്പോൾ നമുക്ക് ആ ഓരോ സ്റ്റേജുകളിലും ഓരോ വ്ളോഗായിട്ട് വരാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണാം. ഞാൻ പോകുന്നു. ബൈ.